ഹായ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ രാവിലെ കാപ്പി കുടിച്ചു കേട്ടോ. കാപ്പി കുടിച്ചതിന് ശേഷമാണ് കുളിയെല്ലാം കഴിഞ്ഞ് കാപ്പിയെല്ലാം കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അത്തം പൂക്കളം ഇടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ പൂവെല്ലാം വെച്ച് ഒരു വിധത്തിൽ എൻ്റെ ചേട്ടന് അത്തപ്പൂക്കളം ഇട്ടു കേട്ടോ. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് പൂക്കളമൊന്നും ഇടാനറിയില്ല, മോനും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒതുങ്ങിയിരുന്നു. പക്ഷേ എന്നാലും പൂ വെച്ച് കൊടുത്തു. എനിക്ക് ചേട്ടനാണെങ്കിൽ നല്ല രീതിയിൽ അത്തം ഇടുന്നതാണ്. പുറത്താണെങ്കിൽ നല്ല മഴയാണ്, മൊത്തം ചെളിയായിരുന്നു, വീടിനകത്തും ചെളി തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാലോ നമ്മുടെ വീടിൻ്റെ അവസ്ഥകളൊക്കെ. അപ്പോൾ ഉള്ള സൗകര്യങ്ങളിൽ ആ നടയിൽ കുഞ്ഞിതായിട്ട് ഒരു അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാരണം എല്ലാവരും വലുതായിട്ടൊക്കെ അല്ലേ അത്തപ്പൂക്കളം ഇടുന്നത്. നല്ല മുറ്റത്തൊക്കെ നല്ല വിശാലമായിട്ടൊക്കെ അല്ലേ ഇടുന്നത്. അപ്പോൾ നമുക്ക് അത്രയൊന്നും സൗകര്യക്കുറവുകൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീടിനകത്ത് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഇട്ടേട്ടോ. അപ്പോൾ എന്തായാലും ഇട്ട് വന്നപ്പോൾ അതൊരു കോലവുമായി. ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു വിധമായി എന്ന് പറയാം. കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് പറയണേ. പിന്നെ ഇന്ന് ഞങ്ങൾ അത്തപ്പൂക്കളമൊക്കെ ഇട്ട് വെച്ചിട്ട് ഉച്ചഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങളൊന്ന് ഒരുങ്ങി പള്ളിയിൽ പോകണം. അപ്പോൾ പ്രബിൻ്റെ ഓണവിശേഷം നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടാണ് ഇരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നതിന് ശേഷം ഉച്ച ഊണ് കഴിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുങ്ങി അത്തപ്പൂക്കളം ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഒരുങ്ങി ഞങ്ങൾ പള്ളിയിൽ പോയി. അങ്ങനെ പള്ളി പോയപ്പോഴാണ് അവിടെ കുറച്ച് എൻ്റെ ചേട്ടൻ്റെ മൂത്ത സഹോദരൻ ഫോൺ വിളിച്ചു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി. മാർത്താണ്ഡമാണ് വീട് കേട്ടോ. അണ്ണൻ്റെ വീട് മാർത്താണ്ഡമാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയപ്പം അവിടെ ഒരു ഓണപ്പരിപാടിയുടെ ഒരു വണ്ടിയിലൊക്കെ ഇങ്ങനെ ഓണത്തിൻ്റെ മാവേലിയൊക്കെ കൊണ്ടുപോകണ ഒരു ഇത് കണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അത്ര നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വീടിനകത്തായിപ്പോയി, അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. എന്തായാലും അങ്ങനെ ഞങ്ങളുടെ ഇതാണ്. ഇത് ഓണക്കോടിയൊന്നും അല്ല കേട്ടോ, പഴയ തുണി തന്നെയാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ ഇടുന്നതാണ്, പിന്നെ അത് ഇതുപോലെ ആവശ്യങ്ങൾക്ക് എടുക്കുന്നതാണ്. പ്രബിന് ഓണക്കോടിയാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ പള്ളിയിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയ ഒരു കാര്യം. പള്ളിക്കകത്ത് അത്ത ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്, പള്ളിക്കകത്തൊക്കെ അത്ത ഇട്ട് വയ്ക്കുന്നതൊക്കെ. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇടുമെന്നോ എനിക്കറിയില്ല, ഏതെങ്കിലും പള്ളിയിലൊക്കെ ഇടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ പ്രബിൻ മോനൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അണ്ണൻ്റെ കോൾ വരുന്നത്. അങ്ങനെയാണ് ഇത് വേറൊരു ഇതാണ്. ഇത് ഇഷ്ടപ്പെട്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മാവേലിയൊക്കെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു, വേറെയും ഉണ്ണാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് രാത്രി ഞങ്ങൾ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പം, രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞങ്ങൾ എടുത്തതാണ്. ഉച്ച സമയത്ത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. പിന്നെ രാത്രിയും ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ വന്നായിരുന്നു. അപ്പോൾ അതൊന്നും ഞങ്ങൾ എടുത്തില്ല. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ ഞാനും മോനുമായിട്ട് ഇരിക്കുന്നതാണ്. ചേട്ടന് ഇലയിൽ വേണ്ടെന്ന് പറഞ്ഞു, ഉച്ചയ്ക്ക് ഇലയിൽ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഓണ സദ്യയാണ്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഉച്ചയ്ക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ആ സങ്കടം ചേട്ടനാണ് പറഞ്ഞത്. ഇങ്ങനെ വൈകുന്നേരം നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഒരു ഐഡിയ തന്നെ. പക്ഷേ ഉച്ചത്തെ വിഭവത്തിൽ കുറേ കുറവുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ. അങ്ങനെ പ്രബിന്
സദ്യയൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം. ആ സമയത്ത് ചെറുതായിട്ടൊന്ന് പനിച്ച് കേട്ടോ. ഈ സമയം ഇപ്പോൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം സന്ധ്യയ്ക്ക്. അപ്പോൾ ചിലപ്പോൾ ഇൻഫെക്ഷനാണോ എന്നോ എനിക്കൊരു പേടിയായി. പിന്നെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കാൻ പറഞ്ഞു ഊണ് കഴിഞ്ഞതിന് ശേഷം. കുറേ കഴിഞ്ഞപ്പം കുഴപ്പമില്ല കേട്ടോ, തണുത്തു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് രാവിലെയാണ്. അപ്പോൾ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി മോനെ ഞാൻ എണീപ്പിച്ചപ്പോൾ പനിയില്ല കേട്ടോ, അതിലാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ കുഞ്ഞോണം.